ഹലോ, എല്ലാവർക്കും ശ്രീസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ പഴം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ആ പച്ചരിയാണെങ്കിൽ 5 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യണം. അങ്ങനെ സോക്ക് ചെയ്ത പച്ചരിയാണ്. അതിനി വെള്ളം കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് ഇതിൽ ശർക്കര ഉരുക്കിയെടുക്കാം. 3/4 കപ്പ് ശർക്കരയിൽ 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി അരച്ചെടുക്കണം. അതിനായിട്ട് ആ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 2 പാളയംകുടം പഴം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് ഞാൻ 2 പഴമാണ് എടുത്തേക്കുന്നത്. പച്ചരിയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് പഴത്തിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്തിന് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അരച്ചെടുക്കുമ്പോൾ ഇതൊരു തരിതരി പോലെ വേണം അരച്ചെടുക്കാൻ. ഒരുപാട് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. ഇനി ഇതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ തേങ്ങ വറുത്തെടുക്കണം. അതുപോലെ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം നെയ്യ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ 3/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ. പിന്നെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അടുത്ത ദിവസം കാണാം. ടാറ്റാ.